സഹകരണ മേഖലയെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം നടത്തുന്നുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കേന്ദ്ര സർക്കാർ അടിയന്തരമായ വിഷയത്തിൽ ഇടപെടണം. എംപിമാർ ഒറ്റക്കെട്ടായി സഹകരണ മേഖലയെ രക്ഷിക്കാൻ രംഗത്തിറങ്ങണമെന്നും കോടിയേരി പറഞ്ഞു. സഹകരണ ബാങ്കുകളിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിൽ റിസർവ് ബാങ്ക് അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സർക്കുലർ അയച്ചിട്ടുണ്ട്. പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ നിക്ഷേപങ്ങളൊന്നും ജില്ലാ ബാങ്ക് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് വലിയ തോതിലുള്ള പ്രത്യാഘാതമുണ്ടാക്കും. കേരളത്തിലെ സഹകരണങ്ങളുടെ പ്രവർത്തനങ്ങളാകെ സ്തംഭിക്കും. ജില്ലാ ബാങ്ക് ഒരു ഷെഡ്യൂൾ ബാങ്ക് എന്നുള്ള നിലയിൽ റിസർവ് ബാങ്കിൻ്റെ എല്ലാ നിയന്ത്രണവുമുള്ളൊരു ബാങ്കാണ് ജില്ലാ ബാങ്ക്. അർബൻ ബാങ്കുകൾക്കും ജില്ലാ ബാങ്ക് റിസർവ് ബാങ്കിൻ്റെ പൂർണ്ണ നിയന്ത്രണമുണ്ട്. ഈ സ്ഥാപനങ്ങൾ സാധാരണഗതിയിൽ ഇത് വാങ്ങുന്നത് മറ്റ് ബാങ്കുകൾ വാങ്ങുന്നത് പോലെ തന്നെയുള്ള പ്രക്രിയയാണ്. അതിന് സഹകരണ മേഖലയോട് ഇത്തരത്തിലുള്ളൊരു വിവേചന നിലപാട് റിസർവ് ബാങ്ക് സ്വീകരിച്ചത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുക എന്ന ആസൂത്രിതമായ നീക്കമാണ്. കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ മൊത്തം 1,00,000 കോടിയോളം രൂപയുടെ നിക്ഷേപമുണ്ട്. ഈ നിക്ഷേപം സഹകരണ ബാങ്കിന് വരാതിരുന്ന് അത് സ്വകാര്യ ബാങ്കുകളിലേക്ക് മാറ്റുക, ന്യൂ ജനറേഷൻ ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്കുകളിലേക്ക് ഈ നിക്ഷേപം മാറ്റാനും സ്വകാര്യ ബാങ്കിങ് മേഖലയെ സഹായിക്കാനുമാണ് റിസർവ് ബാങ്ക് ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തിട്ടുള്ളത്. ഈ ഉറുപ്പിക 500, 1000 നോട്ടുകൾ ഇപ്പോൾ പിൻവലിച്ച സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കുക എന്നൊരു ആസൂത്രിതമായ നീക്കം നടക്കുന്നുണ്ട്. മുൻകാലങ്ങളിലും ഇങ്ങനെയുള്ള നീക്കം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സഹകരണ സ്ഥാപനത്തിലുള്ള പണം പരിശോധിക്കാൻ വേണ്ടി പുതിയ നിയമ ഭേദഗതി പ്രകാരം അവർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് പരിശോധിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും തെറ്റായ കാര്യം ഈ സഹകരണ ബാങ്ക് നടക്കുന്നുണ്ടെങ്കിൽ, ഇൻകം ടാക്സ് നിയന്ത്രണത്തിന് വിധേയമല്ലാത്ത എന്തെങ്കിലും കാര്യം നടക്കുന്നുണ്ടെങ്കിൽ പരിശോധിക്കാവുന്നതാണ്. അതിൽ വ്യത്യസ്തമായി ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് കേരളത്തിലെ സഹകരണ മേഖലയോട് സ്വീകരിക്കുന്ന ഒരു വൈര്യനിര്യാതന സമീപനമാണ്. ഈ തീരുമാനത്തിൽ നിന്ന് റിസർവ് ബാങ്ക് പിന്മാറണം. ഇതിൽ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടണം. കേരളത്തിലെ എംപിമാർ ഒന്നുകെട്ടായി ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ഈ തീരുമാനം പിൻവലിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കണം. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട സഹകാരികളും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായ ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം സഹകരണ മേഖലയിൽ ഉയർന്നു വന്നിരിക്കുകയാണ്. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെ തടയുന്നുള്ള ഒരു പരാതി, അവരെ തടയുന്നു, ഒരു പരാതി. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ നിയമാനുസൃതമായിട്ടുള്ള ഒരു പരിശോധനയും ആരും തടയില്ല. നിയമാനുസൃതമല്ലാത്ത രീതിയിലുള്ള പരിശോധനകൾക്ക് വേണ്ടി ചില സ്ഥലത്ത് അവർ പുറപ്പെടുന്നുണ്ട്. അവർക്ക് നോട്ടീസ് കൊടുക്കാം, റെക്കോർഡുകൾ വിളിച്ചു വരുത്താം, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്. അങ്ങനെയല്ല സഹകരണ മേഖലയിൽ അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് ചാർജ് ചെയ്യപ്പെടുന്ന ഓരോ കേസും പരിശോധിച്ച് അത്തരത്തിലുള്ള കേസുകളിൽപ്പെട്ട ആരോപണ വിധേയരായവരാണിവർ. കുറ്റവാളികൾ എന്നുള്ള നിലയിൽ ഇപ്പോൾ തീരുമാനം കോടതി എടുത്തു കഴിഞ്ഞിട്ടില്ല. ആരോപണ വിധേയരായവരാണ്. ആരോപണ വിധേയരായവർ നിയമത്തിന് വിധേയമാകുകയാണ് വേണ്ടത്. അപ്പോൾ ഇന്നലെ കളമശ്ശേരി ഓഫീസിൽ അദ്ദേഹം എത്താനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് പാർട്ടി പ്രത്യേകം പരിശോധിക്കും. ഇതിനോട് ചേർന്ന് BJP പറയുന്നത്, ഈ ഇതുമായിട്ട് കള്ളപ്പണമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്, സഹകരണ ബാങ്കുകളിലെ നിക്ഷേപങ്ങൾ മുഴുവൻ CPM നേതാക്കളുടെ കള്ളപ്പണ നിക്ഷേപമാണെന്നാണ്. കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ 100-ൽ പരം സഹകരണ ബാങ്കുകൾ BJPയുടെ കയ്യിലാണ്. കാസർഗോഡ് ജില്ലാ ബാങ്ക് ഭരിക്കുന്നത് UDF BJP ചേർന്നിട്ടാണ്. കോലി ബി സഖ്യമാണ്. അപ്പോൾ കാസർഗോഡ് ജില്ലാ ബാങ്കിലുള്ള ആ നിക്ഷേപം എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ, കള്ളപ്പണം ഉണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരാൻ BJPക്ക് ഇതുവരെ കഴിയാതിരുന്നത്? അവർ നിയന്ത്രണത്തിലുള്ള 100-ൽ പരം സഹകരണ സ്ഥാപനത്തിൽ അങ്ങനെ കള്ളപ്പണം ഉണ്ടെങ്കിൽ ആ കള്ളപ്പണം അവരാദ്യം പുറത്തു കൊണ്ടുവരണ്ടേ? ഇത് CPMനെതിരായിട്ട് നേരത്തെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ഷേപമാണ്. അങ്ങനെ ഏതെങ്കിലും നിക്ഷേപമുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചോട്ടെ. ഇപ്പം BJP മുമ്പ് പറയുന്നത് പോലെ ഇപ്പോൾ പറയരുത്. അവരുടെ കയ്യിൽ കേന്ദ്ര ഭരണമുണ്ട്, അവരുടെ കയ്യിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അങ്ങനെയെല്ലാം ഉള്ളൊരു പാർട്ടി ഇത്തരത്തിലുള്ള ഒരു നട്ടാൽ പൊടിക്കാത്തൊരു നുണ പറയേണ്ട കാര്യമെന്താ? അത് അവർക്ക് തന്നെ ദോഷമായിട്ടാണ് വരിക. അവരുടെ തന്നെ കേരളത്തിൽ നടത്തുന്ന സഹകരണ ബാങ്കുകളുടെ നിക്ഷേപത്തിന് പ്രതികൂല അവസ്ഥയുണ്ടാവും. ഇതിൻ്റെ അനന്തരഫലം വരാൻ പോകുന്നത്
ഇനി സഹകരണ ബാങ്കിൽ നിക്ഷേപം കൊടുക്കുന്ന ആളുകൾ അറച്ചു നിൽക്കും. ഇതിൻ്റെ ഉദ്ദേശം BJPയുടെ ഉദ്ദേശം സ്വകാര്യ ബാങ്കിങ് മേഖലയെ സഹായിക്കാനാണ്. BJP കേരളത്തിലെ സ്വകാര്യ ബാങ്കിങ് നടത്തുന്ന ന്യൂ ജനറേഷൻ ബാങ്കുകളുടെ ഏജൻറ്റുമാരായിട്ടാണ് BJPക്കാർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. അതാണ് സഹകരണ മേഖലയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം. കോടിയേരി ബാലകൃഷ്ണൻ ദില്ലിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. വിശദാംശങ്ങളുമായി ഇപ്പോൾ M. സന്തോഷ് ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. സന്തോഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് കോടിയേരി വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? അതാണ് സഹകരണ മേഖലയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന ബാങ്ക് നേരത്തെ നൽകിയിരുന്ന ചില അനുമതികൾ, കേരളത്തിലെ സഹകരണ ബാങ്കുകൾക്ക് നൽകിയിരുന്ന ചില അനുമതികൾ പിൻവലിച്ചുകൊണ്ടുള്ള ഒരു സർക്കുലർ ആയിരുന്നു അത്. പ്രാഥമിക സഹകരണ ബാങ്കുകൾ നിക്ഷേപം സ്വീകരിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഒരു സർക്കുലർ. അതോടൊപ്പം തന്നെ മറ്റ് ഈ നേരത്തെ നൽകിയിരിക്കുന്ന ജില്ലാ സഹകരണ ബാങ്കിന് ഉൾപ്പെടെ നൽകിയിരിക്കുന്ന പല അനുമതികളും റദ്ദ് ചെയ്തുകൊണ്ടുള്ള സർക്കുലറാണ് റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഇന്നലെ ഉണ്ടായത്. ഇത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ, സഹകരണ മേഖലയെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് എന്ന് CPM ആരോപിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഈ കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. ഈ 500,000 രൂപ നോട്ട് നിരോധിച്ചതിന്റെ മറവിൽ കേരളത്തിലെ ഈ സഹകരണ പ്രസ്ഥാനങ്ങളെ, സഹകരണ മേഖലയെ തകർക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് നടക്കുന്നത്. ഇത് സ്വകാര്യ ബാങ്കിംഗ് മേഖലയെ സഹായിക്കുന്നതിനാവശ്യമായ നടപടികളാണ്. നിലവിൽ 1 ലക്ഷം കോടിയോളം നിക്ഷേപമുള്ള സഹകരണ ബാങ്കുകളെ തകർക്കുക, ഈ നിക്ഷേപങ്ങൾ സ്വകാര്യ ബാങ്കുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ആസൂത്രിത ശ്രമമാണ് നടത്തുന്നത്. ഈ ശ്രമത്തിൽ നിന്നും റിസർവ് ബാങ്ക് പിന്തിരിയണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയും വേണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെടുകയുണ്ടായി. കേരളത്തിലെ MP-മാർ ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ ഇടപെടുകയും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ, സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾക്ക് വേണ്ടി കൂട്ടായ പ്രവർത്തനം നടത്തണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ അഭ്യർത്ഥിച്ചു. അതോടൊപ്പം തന്നെ കേരളത്തിലെ BJP കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് വ്യാജമായ പല ആരോപണങ്ങളുമാണ് ഉന്നയിക്കുന്നത്. ആ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല. കേരളത്തിലെ പാർട്ടി നേതാക്കന്മാരുടെ പണമാണ് സഹകരണ ബാങ്കുകളിൽ ഉള്ളത് എന്നുള്ള ആരോപണം BJP നേരത്തെ ഉന്നയിച്ചിരുന്നു. അത് നിഷേധിച്ച കോടിയേരി ബാലകൃഷ്ണൻ അങ്ങനെയാണെങ്കിൽ 100-ൽ പരം സഹകരണ ബാങ്കുകൾ BJP നിയന്ത്രണത്തിലുണ്ട്. കാസർഗോഡ് ജില്ലാ ബാങ്ക് കോൺഗ്രസും ലീഗും BJPയും ചേർന്ന സഖ്യമാണ് ഭരിക്കുന്നത്. ഈ ബാങ്കുകളെ കുറിച്ചുള്ള നിജസ്ഥിതി എന്താണ് എന്നുള്ളത് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഈ സഹകരണ ബാങ്കുകളിൽ നിയമാനുസൃതമല്ലാത്ത എന്തെങ്കിലും പ്രവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാനുള്ള പൂർണ്ണ അധികാരവും അവകാശവുമുണ്ട്. എന്നാൽ നിയമാനുസൃതമായിട്ടായിരിക്കണം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കുകയുണ്ടായി. മറ്റൊരു വിഷയം മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചത് ആരോപണ വിധേയനായ സക്കീർ ഹുസൈൻ ഇന്നലെ കളമശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ എത്തിയതുമായി ബന്ധപ്പെട്ടതാണ്. ഇതിന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി, ഈ വിഷയം ആരോപണ വിധേയനായിട്ടുള്ളവർ നിയമത്തിന് വിധേയമാവുകയാണ് വേണ്ടത്. പാർട്ടി ഓഫീസിൽ എത്തിയ കാര്യം പാർട്ടി പരിശോധിക്കും എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുള്ളത്. സോമി. സന്തോഷ്, ഒപ്പം തന്നെ 2 ദിവസത്തെ CPM PB യോഗം ഇന്ന് ദില്ലിയിൽ ആരംഭിക്കുകയാണ്. എന്തൊക്കെയാണ് യോഗത്തിന്റെ മുഖ്യ അജണ്ട? സോമി, CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ യോഗം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. നേരത്തെ 2 ദിവസങ്ങളിലായിട്ടായിരുന്നു പോളിറ്റ് ബ്യൂറോ യോഗം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പശ്ചിമ ബംഗാൾ, ത്രിപുര നിയമസഭകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഇത് ഒരു ദിവസമായി വെട്ടിച്ചുരുക്കിയത്. ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന അജണ്ടകൾ: ഒന്ന്, കൊൽക്കത്ത പ്ലീന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച അതിന്റെ പുരോഗതി സംബന്ധിച്ച വിലയിരുത്തലാണ്. മറ്റൊന്ന്, കേരളത്തെ സംബന്ധിക്കുന്ന സുപ്രധാനമായ ഒരു റിപ്പോർട്ട്, പോളിറ്റ് ബ്യൂറോ കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടും ഇന്നത്തെ പോളിറ്റ് ബ്യൂറോ യോഗം പരിശോധിക്കുന്നുണ്ട്. കേരളത്തിലെ സംഘടനാ വിഷയങ്ങൾ പരിശോധിച്ചുകൊണ്ട് വിശദമായി പഠിച്ചുകൊണ്ടാണ് PB കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. പാർട്ടിയിലെ നേരത്തെ ഉണ്ടായിരുന്ന വിഭാഗീയത ഉൾപ്പെടെയുള്ള വിഷയങ്ങളെല്ലാം പോളിറ്റ് ബ്യൂറോ കമ്മീഷൻ പരിശോധിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ഇന്ന് PB പരിശോധിക്കുകയും വിശദമായ ചർച്ചകൾക്ക് ശേഷം തുടർ നടപടികൾ ആലോചിക്കുകയും ചെയ്യും. സോമി. M. സന്തോഷാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.